ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയും കാത്ത് ഷിബു റോക്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ശിവാനി അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവിടണമെന്ന് ചോദിക്കുമ്പോൾ ശിവാനി ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച് പോകുന്നതെല്ലാം നമ്മുടെ കേശുവും സിദ്ധുവും കൂടി മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അതേസമയം വീട്ടിൽ വന്ന് നമ്മുടെ ഷിബു ആണെങ്കിൽ ശിവാനിയെ വിളിക്കുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കവേ നമ്മുടെ ഷിബു ചോദിക്കുന്നുണ്ട്, ശിവാനിയുടെ മനസ്സെന്താ പഞ്ഞി പോലെയാണോ? അത് കേട്ട് ശിവാനി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ശിവാനി ഇത്രയധികം ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം നമ്മുടെ ഷിബു ആണെങ്കിൽ തുറന്നു പറയുന്നു. അപ്പോൾ ശിവാനി ആകെ ഷോക്കാവുന്നുണ്ട്. ഇതാണോ റീസൺ എന്നോട് ഷിബുവിന് പ്രേമം തോന്നാനെന്ന്? ഇതെല്ലാം കേട്ടും കണ്ടും ഇരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കേശുവിനെയും ശിവാനിയും ഒരുപോലെ ഉപദേശിക്കുന്നുണ്ട്. കാരണം കേശുവിനെ മാത്രമല്ല, അല്ലെങ്കിൽ ശിവാനി മാത്രമല്ല, രണ്ടു പേർക്കും ഇട്ടാണ് കൊടുക്കുന്നത്. കേശുവിനാണെങ്കിൽ മെർലിനുമായിട്ടും ശിവാനിക്കാണെങ്കിൽ ഷിബു ആയിട്ടും ഒരല്പം ഇഷ്ടമുള്ളത് കണക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. കേശുവിൻ്റെ കാര്യം ഉറപ്പാണ്, ശിവാനി തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയുന്നു, മൂത്തവർ ചൊല്ലുന്ന മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതുകൊണ്ട് രണ്ട് പേരോടുമായിട്ട് ഞാൻ പറയുക, ആദ്യം നിങ്ങളുടെ പഠിത്തവും അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ നോക്ക്, അതിനുശേഷം മതി പ്രേമം എന്നാണെന്ന് തോന്നുന്നു മുത്തശ്ശി ഉപദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ ശിവാനി ആണെങ്കിൽ ഷിബു റോക്സിനെ വിളിക്കുന്നുണ്ട്. അപ്പം എന്തിനാ വിളിക്കുന്നതെന്ന് ഷിബു റോക്സ് ചോദിക്കുമ്പം ശിവാനി പറയുന്നു, നമ്മൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് വരുവാണെങ്കിൽ എൻ്റെ മനസ്സ് തുറക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ശിവാനിക്ക് ഷിബുവിനെ ഇഷ്ടമായെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? ശിവാനിക്ക് യോജിച്ച വരൻ തന്നെയാണോ ഷിബു റോക്സ്? അവർ തങ്ങളിൽ നല്ല മാച്ചാണെന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ കേശുവിന് യോജിച്ച പെൺകുട്ടി തന്നെയാണോ മെർലിൻ? അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.